വളരെയധികം സന്തോഷമുണ്ട്. ഈ പടം റിലീസിന് മുമ്പ് നിങ്ങൾ വളരെ അധികം സപ്പോർട്ട് ചെയ്ത് അത് മാക്സിമം റീച്ച് ചെയ്യാനുള്ള എല്ലാ ഓൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതിന് വളരെ വളരെ നന്ദി. ഇപ്പോൾ ഇത് പടം റിലീസായി നല്ല റിപ്പോർട്ട്, നല്ല നല്ല ഒരു ഹൈ ഒപ്പീനിയൻ ഫിലിമായിട്ട് വന്നിട്ടുണ്ട്. മേക്കിംഗ് വൈസ്, സ്റ്റോറി വൈസ്, സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് വൈസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഭയങ്കരമായിട്ട് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വെരി ഹാപ്പി. സോ നിങ്ങൾ ഇതിന് ശേഷം എപ്പോഴും സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുക. ഇന്നാണ് സിനിമ ഫുള്ളായിട്ട് കാണുന്നത്. അത് വർക്കിയതെങ്കിലും ശരിക്കും കഥയൊന്നും ശരിക്കും കാണിക്കുന്നത്. ഇന്ന് കണ്ടപ്പോൾ ഒരു ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സിനിമ കാണുമ്പോൾ ചില പറയും നല്ല സ്ക്രിപ്റ്റാണ്, നല്ല മ്യൂസിക്കാണ്, ക്യാമറ ഗംഭീരാണ്, അങ്ങനെ ഓരോന്നിനെ പറ്റിയും പറയും. ഈ സിനിമ എനിക്ക് തോന്നുന്നത് നല്ലൊരു സിനിമയാണ്. അതിനർത്ഥം എല്ലാം ഉണ്ടായിരിക്കുന്നു തോന്നലാണ് എനിക്കുള്ളത്. ഇതിന്റെ ആർട്ടിസ്റ്റ് എല്ലാവരും ഇന്ത്യൻസ് ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന നടന്നാണ് മലയാളത്തിലല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ നാടകം നമ്മുടെ സങ്കല്പത്തിൽ ഒരു നാടകത്തിന്റെ പറഞ്ഞ പ്രത്യേക സിനിമയിൽ സുന്ദരമായിരിക്കണം, ഇത്രയും പൊക്കം വേണം, നിറം ഉണ്ടായിരിക്കണം, ശബ്ദ ഗാംഭീര്യം വേണം, അങ്ങനെ പല പല ഗുണങ്ങളുള്ള ഒരു സമ്പന്നനായിട്ടുള്ള ഒരു കഥാനായകനാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായത്. ആ കാലം മാറിയിട്ട് ഞാൻ എന്നെ അത്ഭുതപ്പെട്ടതാണ് കുതിരോടുള്ള പപ്പുകൾ എന്ന് പല ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പപ്പുകളുടെ അത്ഭുത നടനാണ്. അദ്ദേഹം വളരെ ഹ്യൂമറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സീരിയസ് ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പിന്നെ കാണുന്നത് ഇൻഡൻസാണ്. അത്